പൂജ പേജ് 354 മാനസപൂജ. ഹഠയോഗ പരിശീലനം കൊണ്ട് സിദ്ധിക്കുന്ന അനുഭവങ്ങൾക്കും സിദ്ധിവൈഭവങ്ങൾക്കും എൻ്റെ അധ്യാത്മജീവിതത്തിലെ ആദ്യകാലഘട്ടങ്ങളിൽ അല്പം സ്വാധീനതയുണ്ടായിരുന്നുവെന്ന് പറയാതിരിക്കാൻ വയ്യ. അധ്യാത്മജീവിതത്തിലുള്ള ആഗ്രഹം ചെറുപ്പകാലം മുതലേ ശക്തമായി ഉണ്ടായിരുന്നു എന്നത് അടിസ്ഥാന കാരണമാണ്. എന്നാൽ ഒരധ്യാത്മഗുരുവിൻ്റെ നിയന്ത്രണവും നിർദ്ദേശവും അനുഗ്രഹവുമില്ലാത്ത കുറവ് സിദ്ധികളുടെ അത്ഭുത ലോകത്തേക്ക് എന്നെ പിടിച്ചു തള്ളി. സ്വന്തമായി തന്നെ ചില പരിശീലനങ്ങൾ ഞാൻ ആരംഭിച്ചു. അവയുടെ വിശദാംശങ്ങൾ വിശദമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എങ്കിലും അധ്യാത്മജീവിതത്തിൻ്റെ തുടക്കത്തിൽ എനിക്കുണ്ടായ അപകടങ്ങൾ അഥവാ തെറ്റായ ധാരണകൾ മറ്റുള്ളവർക്ക് സംഭവിക്കാതിരിക്കാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഞാൻ മിഡിൽ സ്കൂളിലും ഹൈസ്കൂളിലും പഠിക്കുമ്പോൾ അനുവർത്തിച്ച പരിശീലനക്രമമായിരുന്നു ഇവയിൽ പലതും. അത്ഭുതം കാഴ്ചവെക്കുകയായിരുന്നു പരിശീലന ലക്ഷ്യം. അവ ജ്ഞാനസമ്പാദനത്തിനും നിർവികൽപ്പാനുഭവത്തിനും തടസ്സമാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഞാൻ ജനിച്ച വീടിന് മുകളിലുള്ള അല്പം ഉയരമേറിയ സ്ഥലം കയറിയിറങ്ങിയാൽ ചെന്നെത്തുന്നത് പണിമൂല ക്ഷേത്രം എന്ന് വിളിക്കുന്ന ദേവീക്ഷേത്രത്തിലാണ്. പണിമൂല അമ്മച്ചിയാണ് സത്യം എന്ന് മുസ്ലിങ്ങൾ പോലും ആണയിടത്തക്ക രീതിയിൽ ആ ക്ഷേത്രം അത്ര കണ്ട് പ്രശസ്തി ആർജിച്ചിരുന്നു. നാട്ടിലെ ചുറ്റുപാടുകളിൽ മാത്രമല്ല, കുറെ കൂടി വിശാലമായ ഒരു പരിധിക്കുള്ളിൽ താമസിച്ചിരുന്ന ജനതതി മുഴുവൻ അവസാന സത്യവാചകമായി ഏത് കർമ്മവും സമാപിപ്പിക്കുന്നത് പണിമൂലയിലെ അമ്മയിൽ സമർപ്പിച്ചാണ്. വീട്ടിലെ സർവ്വപേർക്കും പ്രഭുവും വിഭുവുമായി പരിരസിക്കുന്നതും ആ മഹാമായ തന്നെയാകുന്നു. അത്ഭുതങ്ങളുടെ അനേക ചരിത്രങ്ങൾക്ക് ആധാരമായ ആ മഹാസങ്കല്പം ഇന്നും ആശ്രിതരുടെ അനവധി സങ്കല്പ കേന്ദ്രമായി പ്രശോഭിക്കുന്നു. കേരള ചരിത്രത്തിൽ അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ് പണിമൂല ദേവീക്ഷേത്രം. എട്ടുവീട്ടിൽ പിള്ളമാരും ഇടത്തറ പോറ്റിമാരും കേരള ചരിത്രത്തിൽ അധ്യായങ്ങൾ എഴുതി ചേർക്കുന്നതിന് ആവശ്യമായ സന്ദർഭങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ അറിയുന്ന ഇടത്തറ പോറ്റിമാർ താമസിക്കുന്ന സ്ഥലം ഇടത്തറ എന്ന പേരോടുകൂടി ഈ മഹാക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ആ പോറ്റിമാർ പൂജിച്ച് ആരാധിച്ചിരുന്ന ദേവിയായിട്ടാണ് പണിമൂല ഭഗവതി ഖ്യാതി നേടിയിട്ടുള്ളത്. 7 കുടുംബങ്ങൾ ഏർപ്പെട്ട് നാട്ടുകാരുടെ സമ്പൂർണ്ണ സമർപ്പണത്തോടെയും സഹകരണത്തോടെയും 7 ദിവസങ്ങളിലായി ഇന്നും നടത്തിവരുന്ന പണിമൂല മഹോത്സവവും പായസ വഴിപാടും അതീവ പ്രാധാന്യമർഹിക്കുന്നു. മേൽപ്പറഞ്ഞ 7 കുടുംബങ്ങളിൽ 7-ാം ദിവസത്തെ ഉത്സവം അന്ന് സമ്പൽ സമൃദ്ധവും പ്രസിദ്ധവുമായിരുന്ന ഞാൻ ജനിച്ച കളവർത്തല കുടുംബമായിരുന്നു നടത്തിയിരുന്നത്. ആ മഹാക്ഷേത്രത്തിൻ്റെ വകയായുള്ള ഒരു കുളം നീന്തൽ പഠിക്കുന്നതോടൊപ്പം ഹഠയോഗത്തിലെ അഭ്യാസമുറകൾ പരിശീലിക്കുന്നതിനും ഞാൻ ഉപയോഗിച്ചിരുന്നു. അത്തരം പരിശീലന ഘട്ടങ്ങളിൽ ഒരു ദിവസം അമ്മൂമ്മയുമൊത്ത് സ്വാമിജിയെ കാണാൻ വന്നെത്തി. ജലത്തിൻ്റെ മുകൾ പരപ്പിൽ കട്ടിലിൽ കിടക്കുന്നത് പോലെ കിടക്കുവാനും ഇരിക്കുവാനും വരെ എത്തിയിരുന്ന പരിശീലനം അന്നുണ്ടായിരുന്നു. കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്ന വെള്ളം അല്പനേരം കൊണ്ട് തിളപ്പിക്കുവാനും അന്ന് കഴിഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളുടെ ഓർമ്മകളുമായിട്ടാണ് അല്പം അഭിമാനത്തിൻ്റെ വിഡ്ഢിത്തവുമായി ആ മഹാപുരുഷൻ്റെ മുന്നിലെത്തിയത്. ഭസ്മം തന്നിട്ട് എന്നോട് ആദ്യമായി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: എന്തിനാടോ വാഴത്തട കിടക്കും പോലെ കിടക്കുന്നത്? സിദ്ധിവൈഭവങ്ങളുടെ അർത്ഥശൂന്യതയും അത് പരിശീലിച്ചതുകൊണ്ട് ആധ്യാത്മികമായി മറ്റു പ്രയോജനങ്ങളില്ലെന്ന ബോധവും സ്വാമിജിയുടെ വാക്കുകൾക്ക് ശേഷമാണ് എനിക്കുണ്ടായത്. അതോടുകൂടി അത്തരം പരിശീലനങ്ങൾക്കുള്ള പ്രാധാന്യം പ്രായേണ നഷ്ടപ്പെടുകയുമുണ്ടായി. പ്രപഞ്ചസ്വരൂപിണിയായ അമ്മ കിളവിയുടെ വാക്കുകളിൽ നിന്ന് സ്വാമിജി പറഞ്ഞ ആശയം തന്നെ മനസ്സിലാക്കുവാൻ ഇടയായപ്പോഴാണ് ഞാൻ സൃഷ്ടിച്ചിരുന്ന അത്ഭുതത്തിൻ്റെ ലോകം വെറും മരുഭൂമിയാണെന്ന് മനസ്സിലായത്. പിൽക്കാലത്ത് ആശ്രമത്തിലെത്തുമെന്നോ ഇന്ന് അനുഭവിക്കുന്ന സേവനഭാരം ചുമക്കേണ്ടി വരുമെന്നോ അന്ന് കരുതിയിരുന്നില്ല. എന്നാൽ സ്വാമിജിയുടെ ദീർഘവീക്ഷണം അനർത്ഥമാർഗങ്ങളിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കുവാനും അർത്ഥവത്തായ ധാർമ്മിക മാർഗത്തിലേക്ക് തിരിച്ചുവിടുവാനും പ്രയോജനപ്പെട്ടുവെന്നത് ഇന്ന് പ്രാർത്ഥനാ മനസ്സോടും നനഞ്ഞ കണ്ണുകളോടും കൂടി മാത്രമേ ഓർമ്മിക്കാനാകൂ.